ഇനി നമുക്ക് കോട്ടയം ജില്ലയിലെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം വന്നതോടെ പ്രധാന വഴികളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. പ്രധാന നദികളിൽ എല്ലാം ജലം മുന്നറിയിപ്പ് നിരപ്പിലും താഴേക്ക് എത്തിയിട്ടുമുണ്ട്. കോട്ടയത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്താണ് നമ്മളുമായി ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയം ജില്ലയിൽ വലിയ രീതിക്കുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടായതായി നമുക്കറിയാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രിക്ക് അവിടെ മഴയുണ്ടായിരുന്നോ? സർ, അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് മഴ ഉണ്ടായിരുന്നത്. അതല്ലാതെ കഴിഞ്ഞ ഏതാണ്ട് ഇന്നലെ ഒരു രാവിലെ 11:30-ക്ക് ശേഷം കാര്യമായ മഴ എവിടെയും പെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലൊക്കെ രൂപപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതിശക്തമായ ആ ഒരു മഴ വിട്ടുമാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നത്. ഇന്നലെ എന്തായാലും പ്രധാന വഴികൾ ഇന്നലെ രാവിലെ തന്നെ ഈ ഏറ്റുമാനൂർ പാലാ റോഡ്, പാലാ ഈരാറ്റുപേട്ട റോഡിൽ നിന്നൊക്കെ വെള്ളം മാറി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. ഈ കോട്ടയം താലൂക്കിലാണ് ഇപ്പോഴും ദുരിതം തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം കോട്ടയം നഗരവുമായി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള വിജയപുരം പഞ്ചായത്ത്, അതിന് തൊട്ട് പിന്നിൽ വരുന്ന ഐമനം, ആർപ്പൂക്കര, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെ ഇപ്പോഴും ദുരിതം തുടരുകയാണ്. റോഡുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയെങ്കിലും പല വീടുകളിലും ഇപ്പോഴും വെള്ളക്കെട്ടിൽ തുടരുകയാണ്. നമുക്കറിയാം, പാടത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വളരെ പെട്ടെന്ന് വെള്ളം എത്തുന്ന സാഹചര്യവുമുണ്ട്. ഈ വെള്ളം എത്തുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ മീനച്ചിലാറ്റിൽ നിന്ന് നേരിട്ട് വെള്ളം കയറിയ സ്ഥലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട പേരൂരും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇറഞ്ഞാലുമൊക്കെ. അവിടെ നിന്നൊക്കെ പെട്ടെന്ന് നദിയിലെ വെള്ളം താഴോട്ട് മാറുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങും. പക്ഷേ ഈ പടിഞ്ഞാറൻ മേഖല, ഈ നേരത്തെ പറഞ്ഞ കുമരകത്തും ഐമനത്തും തിരുവാർപ്പിലും ഒക്കെ ഈ പാടങ്ങളിൽ നിന്ന് കായലിലേക്ക് വെള്ളം വലിയണം. അതിന് ഒരു സമയമെടുക്കും. അപ്പോൾ അത് അത്രയും താഴ്ന്ന പ്രദേശങ്ങളാണ്. അവിടങ്ങളിലൊക്കെയുള്ള ദുരിതം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ ഏതാണ്ട് 9,000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഈ കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. പിന്നീട് ചങ്ങനാശ്ശേരി താലൂക്കിലുമുണ്ട്. ഇവിടങ്ങളിൽ നിന്നൊക്കെ ഇതിൻ്റെയൊക്കെ കിഴക്കൻ മേഖല, ഈ താലൂക്കുകളിൽ തന്നെ കിഴക്കൻ മേഖലകളിലുള്ള ക്യാമ്പുകളിൽ നിന്ന് പലരും വീടുകളിലേക്കൊക്കെ മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതമാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ ഒരുപക്ഷെ ഉരുൾപൊട്ടലിന്റെ ദുരന്ത സാധ്യത ഉള്ള സ്ഥലമാണ്. അപ്പോൾ മഴ മാറി നിന്നത് ആ മേഖലയ്ക്കാണ് ഏറ്റവും വലിയൊരു മനസ്സിലെ തീമായുന്നത് ആ മേഖലയിലാണ്. കാരണം രാത്രി ഒന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത പ്രദേശങ്ങളാണ് പലതും ഉള്ളത്. ഉരുൾപൊട്ടിയാൽ പിന്നീടൊന്ന് മാറാനുള്ള സമയം പോലും ഒരു മനുഷ്യർക്കും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള ഒരു ആശങ്കയ്ക്കാണ് മാറുന്നത്. ഈ പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതം അതിനിയും തുടരും, ദിവസങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. സറ, അതെ, ജി ശ്രീജിത്താണ് നമ്മളുമായി കോട്ടയം ജില്ലയിലെ വാർത്തകൾ പങ്കുവച്ചത്. ഈ പറഞ്ഞതുപോലെ കോട്ടയം ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴ പെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ചില താലൂക്കുകളിൽ ഉള്ള ചില പ്രദേശങ്ങളിൽ, അതായത് ഐമനം, തിരുവാർപ്പ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴക്കെടുതി തുടരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ മീനച്ചിലാറുമായി ബന്ധപ്പെട്ട് വെള്ളം കയറിയിട്ടുള്ള പ്രദേശങ്ങളിൽ മീനച്ചിലാറ്റിൽ വെള്ളം ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ മഴക്കെടുതിക്കൊക്കെ അല്ലെങ്കിൽ വെള്ളക്കെട്ടിനൊക്കെ ഒരു ശമനം ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഈ കായലിൽ നിന്ന് വെള്ളം കയറിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങാൻ സമയമെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് താലൂക്കുകളിൽ ഇന്നും കോട്ടയത്ത് അവധിയാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.